ഒരു വശത്ത് മഴ, മറ്റേ വശത്ത് ടെൻഷൻ. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള ഒരു മാസം അങ്ങ് കഴിഞ്ഞു. പിന്നെ ചില മാസങ്ങളും ചില ദിവസങ്ങളും അങ്ങനെ ആയിരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും സന്തോഷിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ സന്തോഷിച്ചിരുന്നാൽ തന്നെ അതിലെന്താ ഒരു രസം? എപ്പോഴും സന്തോഷം മാത്രമായിരുന്നാ നമ്മൾ അങ്ങ് വല്ലാണ്ട് കയറി അഹങ്കരിച്ചാലോ? അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ. ഈ വീട്ടിൽ നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? 3 നേരവും നല്ല അടിപൊളി ഫുഡ് കഴിക്കാം. അടിപൊളി മാത്രമല്ല, പണിയെടുക്കാണ്ട് ഫുഡ് കഴിക്കാം. ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന കാണുമ്പം അതേപോലെ കുക്കിംഗ് ചെയ്യാൻ തോന്നാറുണ്ട്. പക്ഷെ ചെയ്തു തുടങ്ങുമ്പോഴേ അതിന്റെ പാടും മനസ്സിലാവും. അല്ലെങ്കിലും പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് തോന്നും. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോഴാണ് അതിനെത്ര പാടുണ്ടെന്ന് മനസ്സിലാവും. പിന്നെ പണ്ട് മുതലേ ഒരു സ്റ്റൗ പോലും കത്തിക്കാൻ അറിയില്ല എന്നുള്ള ഒരു ചീത്തപ്പേര് എനിക്കുണ്ടായിരുന്നു. അതിപ്പം മാറിക്കിട്ടി. തന്നെ താമസിക്കേണ്ടി വന്നപ്പം അതെല്ലാം പഠിച്ചു. അല്ലെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ നമ്മൾ വല്ലതൊക്കെ പഠിക്കൂ. അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കാണ്ട് ഒരു ഇരിപ്പായിരിക്കും. ചായ ഇടാൻ അറിയാമെങ്കിലും ഒരു ചായ വേറൊരാൾക്ക് ഇട്ടുകൊടുക്കാൻ ഇപ്പോഴും ടെൻഷനാ. എന്തൊക്കെ കാര്യങ്ങളല്ലേ. അങ്ങനെ ജൂലൈയും കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ